അപ്പം നമ്മൾ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ മൈസൂർ ഹോട്ടൽ പ്രൈഡിലാണ് നമ്മൾ താമസിച്ചത്. നല്ല ഒരു സ്റ്റേ ആയിരുന്നു അവിടെ. അപ്പോൾ രാവിലെ നമ്മൾ മൈസൂരിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇപ്പോൾ പോകുന്നത് ഹോസ്പേട്ടിലേക്ക്. കർണാടകയിലെ ബെല്ലാരി ഡിസ്ട്രിക്റ്റിലുള്ള ഹോസ്പേട്ട് താലൂക്കിലെ അവിടെ നമ്മുടെ ഹംപിയൊക്കെ ഉള്ളത്. ഹംപിയിൽ കഴിഞ്ഞ തവണ നമ്മൾ പോയതാണ്. അടുത്തവണ ഹംപിയിൽ പോകുന്നില്ല. പകരം അവിടെ പട്ടടയ്ക്കൽ എന്നൊരു സ്ഥലമുണ്ട്. ഹംപിയോട് അടുത്ത് തന്നെ ഹംപി ബദാമി ആ ഭാഗത്താണ് പട്ടടയ്ക്കൽ. അത് വളരെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലൊക്കെ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ പട്ടടയ്ക്കൽ കാണാൻ പോവുകയാണ്. ഇവിടെ നിന്ന് 525 കിലോമീറ്റർ ഉണ്ട് പട്ടടയ്ക്കലേക്ക്. ശ്രീരംഗപട്ടണം, മാണ്ഡ്യ, ബാംഗ്ലൂർ ആ റോഡുകൾ കിടിലതാണ്. സൂപ്പർ റോഡ്. അതൊക്കെ 6 വരി പാതയാണ്. മൈസൂര് എല്ലാം കൊണ്ടും നല്ലൊരു പട്ടണമാണ്. കാരണം മൈസൂര് അല്പം ചൂട് കുറവാണ്. അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ് മൈസൂര്. ഇപ്പൊ ചൂടാണ്, ഇപ്പൊ സമ്മറാണ്, അതുകൊണ്ട് ചൂടുണ്ട്. എന്നാലും നമ്മുടെ പാലക്കാട്, കേരളത്തിലൊക്കെ മൊത്തം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചൂട് കുറവാണ് ഇവിടെ. റോഡ് കണ്ട, റോഡ് നല്ല അടിപൊളി റോഡാണ്. 6 വരി പാതയാണ്. നമ്മൾ മൈസൂർ പട്ടണത്തിന് പുറത്ത് കടന്നു. ഇനി നമുക്ക് പോകേണ്ടത് ഹിരിയൂർ എന്ന സ്ഥലത്തേക്കാണ്. ഹിരിയൂർ വഴിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ മൈസൂരിൽ നിന്ന് പുറത്ത് കടന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ ഉണ്ട്. അപ്പോൾ ബാംഗ്ലൂരേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ കുറച്ച് ദൂരം മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലൂടെ ഓടിയിട്ട് നമുക്ക് ഹിരിയൂരേക്ക് പോകാൻ പറ്റും. അപ്പോൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനൊരു ഹോട്ടൽ കണ്ട് അവിടെ നിർത്തി. ഹോട്ടൽ ഹല്ലി മാനെ. ഇതാണ് ഒരു പഴയ രീതിയിലുള്ള ഒരു ഓടൊക്കെ മേഞ്ഞ ഒരു ഹോട്ടലാണ്. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നിറയെ ആളുകളുണ്ട് ഇവിടെ. ഹോട്ടൽ ഹല്ലി മാനെ, ഭംഗിയുണ്ട്. ഓട് മേഞ്ഞ ഒരു ബിൽഡിങ്ങാണിത്. ഹോട്ടൽ ഹല്ലി മാനെ, അതിൻ്റെ ഉൾഭാഗമാണിത്. ഈ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ റിംഗ് റോഡ് കഴിയുമ്പോൾ നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. അകത്ത് നല്ല വിശാലമാണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്, നല്ല തിരക്കുണ്ട്. ഇവിടെ മൈസൂർ സ്പെഷ്യൽ മസാല ദോശ എന്നും പറഞ്ഞൊക്കെ ഒരു ഡിഷ് കണ്ടു. നമ്മുടെ ഇഡ്ഡലി എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി പോലെയൊക്കെ ഉണ്ട്. പരന്ന ഇഡ്ഡലിയാണ്. ചട്നി, സാമ്പാർ. ഇതാണ് മൈസൂർ സ്പെഷ്യൽ മസാല ദോശ. സ്പൈസിയാണ്, ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മസാല അല്ല, വേറെ നമ്മൾ ഇപ്പോൾ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ റൂട്ടിലേക്ക് പോവുകയാണ്. ബാംഗ്ലൂർ പോകുന്നില്ല, കുറച്ച് ദൂരം പോയിട്ട് നമ്മൾ മാണ്ഡ്യ കഴിഞ്ഞിട്ട് ഹിരിയൂരേക്ക് ലെഫ്റ്റ് തിരിഞ്ഞു പോകും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ എക്സ്പ്രസ് വേ ആണ് കേട്ടോ. കണ്ടോ, കിട്ടില്ല. നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്ന പോലെയുണ്ട് കേട്ടോ. അത് നമുക്ക് പ്രവേശനമില്ല, വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. ഇവിടെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. നമ്മൾ എക്സ്പ്രസ് വേയിലൂടെ അല്ല പോണത്, നമ്മൾ പാരലൽ റോഡാണ്. തൊട്ടിപ്പുറത്തൊരു പാരലൽ റോഡുണ്ട്, അതിലാകുമ്പോൾ ടോൾ കൊടുക്കാതെ പോവാം. അത് മാത്രമല്ല, അത് ബാംഗ്ലൂർ പോകുന്നവർക്ക് വേണ്ടിയുള്ള റോഡാണ് ആ റോഡ്. അത് 110 കിലോമീറ്റർ ആണ്. മൈസൂരിൽ നിന്ന് പുറപ്പെട്ടാൽ 110 കിലോമീറ്റർ ആണ്. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ എത്തും. ഇതിനിടയ്ക്ക് പെട്രോൾ പമ്പ് ഒന്നുമില്ല. നമുക്ക് ബാംഗ്ലൂർ പോവാത്തത് കൊണ്ട് നമ്മൾ മാണ്ഡ്യ കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ട് ഇടതേക്ക് തിരിഞ്ഞ് ഹിരിയൂരേക്ക് പോകും. പക്ഷെ റോഡ് അഭിമാനമാണ് കേട്ടോ. നമുക്ക് ഇത്ര റോഡുകളൊക്കെ സൂപ്പർ അല്ലേ, കണ്ടോ. അതൊരു ടോൾ ഗേറ്റ് ആണ് അവിടെ കാണുന്നത്. വാഹനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. സൂപ്പർ അല്ലേ, അടിപൊളി. ഇവിടെ ദുബായിയാണ്. കൊള്ളാം. ഇത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ ആവുന്നുണ്ടല്ലോ. എക്സ്പ്രസ് ഹൈവേയുടെ ടോൾ ഗേറ്റ് ആണ് കാണുന്നത്. നമ്മളവിടേക്കൊന്നും കടക്കുന്നില്ല. കണ്ട എന്ത് ഭംഗിയാണെന്നറിയാം. വെറുതെ കുറെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. കാണുമ്പോൾ ഒരു ഭംഗി വേണം.
നമ്മൾ ഇങ്ങനെ സൈഡ് വാരം പോവുകയാണ്, പാരലൽ റോഡ് വഴി പോവുകയാണ്. അടിപൊളി. രസമല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ഇതിൽ വന്നതാണ്, തിരിച്ചു വന്നപ്പോ നോർത്ത് ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞപ്പോ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ മൈസൂരേക്ക് വന്നത് ഈ റൂട്ട് വഴിയാണ്, നല്ല സ്പീഡില്. പിന്നെ ഈ രണ്ട് സൈഡ് നെറ്റ് കൊണ്ട് കവറുണ്ട്, അതുകൊണ്ട് ഒന്നും ആട് പശു ഒന്നും ഇതിലേക്ക് കടക്കത്തില്ല, ആൾക്കും കടക്കത്തില്ല. കാരണം 100-120 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പൊ ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ പശുവോ ഇത് ചാടി കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്, വാഹനങ്ങൾ ആകെ കൂട്ടിയിടിയാവും. അത് ഒഴിവാക്കാനാണ് ഈ നെറ്റ് വെച്ച് മറച്ചിരിക്കുന്നത്. എക്സ്പ്രസ് വേയിലെ പാലത്തിന്റെ അടിഭാഗമാണ് കേട്ടോ, അടിയിൽ നിന്നുള്ള വ്യൂ, പാലത്തിന്റെ അടിയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഉണ്ടോ, സൂപ്പറല്ലേ. പിന്നെ ഇവിടെ എക്സ്പ്രസ് വേയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പെട്രോൾ പമ്പ് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ തൊട്ടടുത്ത് പാരലൽ റോഡുണ്ട്, ആ ഇതുപോലെ സർവീസ് റോഡ് എന്നല്ല, പാരലൽ റോഡാണ്, അതിലൂടെ പോകുന്നവർക്ക് പെട്രോൾ പമ്പ് ഉണ്ട്. എക്സ്പ്രസ് വേയിൽ കയറി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുറേ കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ എക്സിറ്റ് ഉണ്ട്, ആ എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പെട്രോൾ പമ്പ് കാണാം. ഇത് പെട്രോൾ പമ്പാണ്, പക്ഷെ പാരലൽ റോഡിൽ കൂടെ പോകണം, അപ്പോഴേ നമുക്കത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എക്സ്പ്രസ് വേയിൽ നിന്ന് ഇടയ്ക്ക് എക്സിറ്റ് എടുത്ത് ഇതുപോലെ കയറണം. അപ്പോൾ എക്സ്പ്രസ് വേക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഇല്ല. എന്താ പാലത്തെ നോക്ക്, ഫ്ലൈ ഓവർ. പിന്നെ ഇത് എടുക്കുന്നവർക്ക് എടുത്താൽ മതി ഈ റോഡ്, അത് ഈ എക്സ്പ്രസ് വേയിൽ പോകുന്നവർ പോയാൽ മതി, അത് നിർബന്ധമില്ല. ഇപ്പം ഞാൻ ഇത്രയും ദൂരം ഈ പാരലൽ റോഡിൽ കൂടെയാണ് വന്നത്, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഹമ്പുണ്ട്, ഈ റോഡിൽ ഇടയ്ക്ക് ഹമ്പുണ്ട്. അപ്പം മറ്റേ 120 കിലോമീറ്റർ സ്പീഡിലൊക്കെ വേഗത്തിൽ എത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ടോൾ കൊടുത്ത് എക്സ്പ്രസ് വേയിലൂടെ പോകാം. ഓക്കെ, എന്താ പാലത്തിന്റെ അടിപൊളി, എന്താ സ്ട്രക്ചർ. ഇത് തന്നെ കേട്ടോ, നല്ല റോഡാണ്, തിരക്കൊന്നുമില്ല, മരങ്ങളൊക്കെ സൈഡിലുണ്ട്, തണലുണ്ട്, ഇടയ്ക്കൊക്കെ നമുക്ക് നിർത്താം, ഒന്ന് റിലാക്സ് ചെയ്യാം. നല്ല നല്ല രസമുണ്ട്, മരം ഇങ്ങനെ തണലുണ്ട്, കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഈ റൂട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാൻ ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഓ മൈ ഗാഡ്, വണ്ടി പോയ പോക്ക് കണ്ടോ. ഒന്നേ അവന് ബോധം വേണം, അല്ലെങ്കിൽ ഇവന് ബോധം വേണം, അല്ലേ? അപ്പൊ നമ്മള് തുംകൂര് കഴിഞ്ഞു. അപ്പൊ തുംകൂരിൽ നിന്ന് നമ്മൾ ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. ഈ ഹൈവേയുടെ പേര് ബംഗളൂരു പൂനെ ഹൈവേ എന്നാണ്. ഉഗ്ര റോഡാണ്, അടിപൊളി റോഡാണ്, സൂപ്പർ. 6 വരി പാതയാണ്, മറ്റേ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, സെന്ററിൽ മീഡിയൻ ഉണ്ട്, അതിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ബോഗൻവില്ല, വയലറ്റ്, വെള്ള, എല്ലാ ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്, സൂപ്പർ റോഡാണ്, നല്ല സുഗമമായ സ്മൂത്ത് ട്രാഫിക്കാണ്, അടിപൊളി. ഇത് കുറേ ദൂരമുണ്ട്. റോഡുകൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ്, കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലെ കിടുക്കൻ റോഡുകളുണ്ട് എന്നുള്ളത്. അതാണ്. ഇനി നമുക്ക് ബോംബെ ഡൽഹി എക്സ്പ്രസ് വേ വരാൻ പോവുകയാണ്. 1200 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു, അറിയില്ല, അതുകൂടെ പോകണം. സൂപ്പർ, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ തവണ നമ്മള് ഹംപി 2021 ഡിസംബറിൽ ഹംപി ബദാമിയൊക്കെ പോയ സമയത്ത് നമ്മൾ ഈ റോഡേ വന്നതാണ്.
അതിലൂടെ കുറേ ദൂരം നമ്മൾ പോയി. എന്നിട്ട് ഹോസ്പേട്ട എത്തി. ഹോസ്പേട്ട ഭയങ്കര രസമാണ്. മറ്റേ ബട്ടർഫ്ലൈ മോഡലിൽ ഇങ്ങനെ റിംഗ് റോഡുണ്ട്. അത് കടന്ന് വേണം നമുക്ക് ഹംപിയിലേക്ക് പോകാൻ. ഒരു പശുവിനെ കൊണ്ടുപോകുന്നുണ്ട, ചെറിയൊരു കുഞ്ഞ് പിക്കപ്പ് വാനില്. എന്താണ് സംഭവം? പൂജ ചെയ്ത പോലെ പോകുന്നുണ്ട്. അയ്യോ, അതിന്റെ കൈ, അത് മുകളിൽ കൈ കണ്ടോ? കഴുത്തിന്റെ അവിടെ നിന്നൊരു കൈ വളർന്നിരിക്കുന്നു. അതിനെ ഒരു ഒരു ദൈവിക പരിവേഷം കൊടുത്തിരിക്കുകയാണ്. അതിന്റെ തോളിൽ നിന്നൊരു കൈ, എക്സ്ട്രാ കൈ ഇടത് ഭാഗത്ത് വളർന്നു വന്നിട്ടുണ്ട്. അത് താഴെ കുറെ പ്രതിമകളും അതായിരിക്കും. അതൊരു ഗോഡ്ലി ആയി പരിഗണിച്ചു, ഒരു ഗോഡ്ലി ആയി കരുതുകയാണ് കേട്ടോ. അതെ 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 അതെ, അതിനൊരു എന്തോ ദൈവത്തിന്റെ പരിവേഷമായിട്ടൊക്കെ ഒരു മാറ്റുകയാണ് കേട്ടോ. ഓക്കെ, പാവം, നല്ല വെയിലുണ്ട്. കാലാണല്ലേ, കാല്. പാവം. നമ്മളിപ്പോ ചിത്രദുർഗ എത്തി. ചിത്രദുർഗ നഗരത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല, നമ്മൾ ഹൈവേയിലൂടെ വിട്ടു പോവാണ്. അപ്പൊ കാറ്റാടി യന്ത്രങ്ങളാണ് അവിടെ കാണുന്നത്. ഉഗ്ര റോഡാണ്. ഇപ്പൊ തന്നെ രണ്ട് സൈഡുമായിട്ട് ആറ് വരി ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ഥലവും ഓൾറെഡി ഉണ്ട്. ഭാവിയിൽ വേണമെങ്കിൽ ഇതൊരു 10 വരി റോഡാക്കാനും സാധിക്കുന്നു. ഇത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ഈ റോഡ്. ഇപ്പോൾ നമ്മൾ ആ ലോറി പോകുന്ന റൂട്ടിലാണ് നമ്മൾ വന്നത്. നേരെ അത് പോവുകയാണെങ്കിൽ നേരെ പൂനെക്ക് പോകും. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലെഫ്റ്റ് അടിച്ചിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി ഈ ഹോസ്പേട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നിന്ന് 131 കിലോമീറ്ററാണ് ഹോസ്പേട്ട് കാണിക്കുന്നത്. ഹോസ്പേട്ട് വിജയപുര വഴിയാണ് നമുക്ക് ഔറംഗാബാദിലേക്ക് പോവേണ്ടത്. നമ്മൾ ഈ റൂട്ട് മുന്നേ വന്നിട്ടുണ്ട്. 2021 ഹംപി പോകാനായിട്ട് വന്നത് ഈ വഴിയാണ്. കാരണം ഹോസ്പേട്ട് താലൂക്കിലാണ് ഹംപി ഉള്ളത്. ഈ റോഡിന്റെ മധ്യഭാഗത്ത് ആ മീഡിയനിൽ വെള്ള ബോഗൻവില്ല പൂക്കൾ നിറയെ പിടിച്ചു നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ ഹോസ്പേട്ട് എത്തി. ഹോസാപ്പേട്ട് എന്നുള്ള സ്ഥലം, അവിടെ എത്തി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇനിയൊരു 6-7 കിലോമീറ്ററേ ഉള്ളൂ ടൗണിലേക്ക്, ഹോസ്പേട്ട് ടൗണിലേക്ക്. അപ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടോ, അവിടെ ആ മലയുടെ മുകളിൽ കാട്ടുതീ പിടിച്ചിരിക്കുകയാണ്. ഒരുപാട് ഏരിയ ഉണ്ട്. ഒരു മല മൊത്തം നിന്ന് കത്തുകയാണ്. മരങ്ങളുടെ മറവ് കൊണ്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റാത്തതാണ്. കുറേ നേരമായി കത്തുകയാണ്. ആദ്യം എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായതാ. ഇപ്പുറത്തൊക്കെ ഉണ്ട്, ഇപ്പുറത്തൊക്കെ കാണിച്ചു തരാം. ഇപ്പുറമൊക്കെ ഉണ്ട്, കണ്ടോ, ആ മലയൊക്കെ നിന്ന് കത്തുകയാണ്. ഇപ്പുറമൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് ആ മല മുഴുവൻ കത്തുകയാണ്. അവിടെയുള്ള കാട്ടുജീവികളുടെയൊക്കെ അവസ്ഥ ഇത് മാത്രമല്ല. ഇത് അണയ്ക്കാൻ എങ്ങനെ പോകും? ഇത് അണയ്ക്കണമെങ്കിൽ ഹെലികോപ്റ്റർ തന്നെ വെള്ളം തളിച്ചാലേ പറ്റുള്ളൂ. മലയുടെ മുകളിലല്ലേ. നോക്കിയ ആ മല മൊത്തം അപ്പുറത്തോട്ട് കംപ്ലീറ്റ് കത്തും. മാത്രമല്ല ഇതങ്ങനെ നിൽക്കൂല, കത്തിപ്പോവും. കാരണം കാട് ഉണങ്ങി കിടക്കുകയാണ്. അപ്പുറത്തൊക്കെ ഉണ്ട്. ഇത് ആരണയ്ക്കും? ഇങ്ങനെ ചോദ്യമാണ്.
എൻ്റെ വലതു ഭാഗത്ത് കണ്ടില്ല, അതാണ് കാട്ടുതീയാണ്, കാട്ടുതീ. അവിടെ ഇനി ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതിനകത്തുള്ള കാട്ടുജീവികൾക്ക് രക്ഷപ്പെടാനും ഉണ്ടാവത്തില്ല. കാരണം ഏത് വഴിയാണ് തീ പടരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ അവർക്ക്. ഫയർഫോഴ്സ് ഒന്നും അവിടെ എത്താൻ പറ്റില്ല, എത്തിപ്പറ്റില്ല, മലയുടെ മുകളിലല്ലേ. അവിടെ ആ ഭാഗമൊക്കെ കത്തി തീർന്നത് താഴേക്ക് പടരുകയാണ് കേട്ടോ. അവിടെ കത്തിയതാണ്, കത്തി താഴേക്ക് കത്തിക്കരിഞ്ഞു പോയി. അപ്പൊ നമ്മള് ഹോസ്പേട്ട് എത്തി. ഇതിന്റെ ഇടത് ഭാഗത്ത് തുംഗഭദ്ര റിസർവോയർ ഉണ്ട്. അപ്പൊ അത് കടന്ന് നമ്മളിപ്പോ ടണലിലേക്ക് രണ്ട് ടണലുണ്ട്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഉണ്ട്. ഈ ടണൽ കടന്ന് നമ്മൾ ചെല്ലുന്നത് ഹോസ്പേട്ട് ടൗണിലേക്കാണ്. ഒരു കൊച്ചു കിടന്ന് ഉറങ്ങുന്ന വണ്ടിയിൽ കേട്ടോ. നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസം നമ്മൾ മൈസൂരിൽ നിന്ന് പുറപ്പെട്ടു. 425 കിലോമീറ്ററാണ് നമ്മൾ സഞ്ചരിച്ചത്. നമ്മൾ ഹോസ്പേട്ട് ടൗണിലെത്തി. ടൗണിനുള്ളിലുള്ള വൃന്ദാവൻ റെസിഡൻസി, ഈ ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അത്യാവശ്യം നല്ല ഹോട്ടലാണ്. AC നോൺ AC റൂംസൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ AC റൂമാണ് എടുത്തിരിക്കുന്നത്. 103 ഇതാണ് നമ്മുടെ റൂം. 103 ഉള്ള നല്ല വൃത്തിയുള്ള റൂമാണ്. നല്ല ചൂടാണ്, അപ്പോൾ AC ഇല്ലാതെ പറ്റത്തില്ല. ഓക്കെ, സലാം.